Hello friends, அப்ப இன்னைக்கு வீடியோ என்ன அப்படினு பாத்தீங்கன்னா ஒரு ஓணம் மேக்கப் லுக் தான் வந்து கிரியேட் பண்ண போறேன். சோ அதோட நான் என்ன பண்ண போறேன் அப்படினு பாத்தீங்கன்னா என்னோட மதர் டங் மலையாளத்துல வந்துட்டு நான் வாய்ஸ் ஓவர் கொடுக்கலாம்னு இருக்கேன். சோ ரொம்ப லேட் பண்ண வேணாம், வாங்க வீடியோக்குள்ள போலாம். So ആദ്യം തന്നെ എൻ്റെ ഫേസിലുള്ള ഓയിൽസ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മിനിസോന്റെ ഓയിൽ അബ്സോർബിംഗ് ഷീറ്റ് എടുത്തിട്ട് ഫുൾ ആയിട്ട് ഞാൻ അബ്സോർബ് ചെയ്യാണ്. ഫേസ് വാഷ് ചെയ്താലും എനിക്ക് കുറച്ച് നേരത്തിനുള്ളിൽ എനിക്ക് എന്നിട്ട് ഫുൾ ഓയിൽ ആവും. സോ ദാറ്റ് നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ കുറച്ച് അത് എന്നിട്ട് ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഫുൾ ആയിട്ട് എടുക്കണം. ആൻഡ് ഈ മിനിസോ അബ്സോർബിംഗ് ഷീറ്റ് എന്നിട്ട് ഒരുപാട് സൂപ്പർ ആയിട്ട് ഉണ്ടാവും. നമുക്ക് ഓയിൽ ഒന്ന് അങ്ങനെ വന്നിട്ട് സൂപ്പർ ആയിട്ട് എടുത്ത് കളയും. ആൻഡ് അടുത്ത് വന്നിട്ട് മോയ്സ്ചറൈസർ ആണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് അക്രോഫൈ മോയ്സ്ചറൈസർ ആണ് ഞാൻ എടുക്കണം. ഇതാണ് ഞാൻ ഇപ്പോൾ ഫുൾ റീസെന്റ് ആയിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ സ്കിന്നിന് വന്നിട്ട് ഒരുപാട് സൂപ്പർ ആയിട്ട് സൂട്ട് ആവുന്നുണ്ട്. സോ ദാറ്റ് ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നന്നായിട്ട് നമ്മളിത് വന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ആൻഡ് ഡാബ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് പോണ്ട. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ നിവ്യന്റെ ഒരു ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു പൊമോഗ്രാനൈറ്റ് ഷെയ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് ടിന്റ് ഒന്നും ഉണ്ടാവില്ല, ഒരു ലൈറ്റ് കളറാണ് ഉണ്ടാവുക, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. സോ ഇതൊരു ഒരുപാട് ടിന്റ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് നല്ലൊരു ലിപ് ബാം ആണിത്. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ ആണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് പോർ ഫില്ലിംഗ് പ്രൈമർ ഒന്നുമല്ല, ജസ്റ്റ് ഒരു മാറ്റിഫൈങ് പ്രൈമർ. കാരണം എനിക്ക് ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഒരു മാറ്റിഫൈങ് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം പോർ ഒന്നും അത്രയ്ക്കൊന്നും ക്ലോസ് ആവില്ല, ബട്ട് ഒരു സ്മൂത്ത് ലുക്ക് വന്നിട്ട് നമുക്ക് തരും. നമുക്ക് അതിന്റെ മേത്ത് ഒരു ഫൗണ്ടേഷൻ ഒക്കെ അപ്ലൈ ചെയ്താൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. ഐബ്രോ ആണ്. ഞാൻ ഓൾറെഡി ഐബ്രോ എങ്ങനെ ഫില്ല് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാർട്ടിൽ എവിടെയെങ്കിലും കൊടുക്കാം, നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും. സോ ഞാൻ വന്നിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അത് ബ്ലാക്ക് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേ വന്നിട്ട് ബ്രൗണും ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗണും എടുക്കാം. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു ബ്ലാക്ക് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് വന്നിട്ട് ബ്ലാക്ക് കംഫർട്ടബിൾ ആണ്. ചിലവർക്ക് വന്നിട്ട് ബ്ലാക്ക് ഒന്നും അത്ര ഒരു കംഫർട്ടബിൾ ഉണ്ടാവില്ല. സോ ദാറ്റ് നിങ്ങളൊന്ന് ബ്രൗൺ എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ കുട്ടികൾക്കൊക്കെ എഴുതി കൊടുക്കില്ല, അതുപോലെ ആയിക്കളയും. സോ നമ്മുടെ ഫേസിൽ ഈ ഐബ്രോസ്, ഐസ്, പിന്നെ ലിപ്സ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ. സോ ഇതൊക്കെ വന്നിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലേ മതി. നമുക്ക് വേറെ ഒന്നും വന്നിട്ട് ഇടണ്ട, ഇത് മാത്രം മതി നമുക്കൊരു സൂപ്പർ ആയിട്ട് ലുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്യാൻ മറക്കണ്ട. ദെൻ വന്നിട്ട് ഞാൻ സ്റ്റേ ക്വിക്കിന്റെ ഈ ഒരു കളർ കറക്റ്ററാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് അണ്ടർ ഐസിൽ ഡാർക്ക് സർക്കിൾസ് ഓർ പിഗ്മെന്റേഷൻസ് ഇല്ലെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് വന്നിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കൊന്ന് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ വന്നിട്ട് അവിടെ മാത്രം അപ്ലൈ ചെയ്യണം. ആൻഡ് ഇത് വന്നിട്ട് വെരി അഫോർഡബിൾ. ഇതൊന്ന് 250 അങ്ങനെ എന്താണ് ഞാൻ മേടിച്ചത്. സോ ദാറ്റ് അഫോർഡബിൾ ആയിട്ട് ആർക്കെങ്കിലും കളർ കറക്റ്ററൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് ബൈ ചെയ്യാവുന്നതേ ഉള്ളൂ. purple.com ഇത് അവൈലബിൾ. സോ ഞാൻ എന്നിട്ട് ഒരു ബ്രഷ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് തവണ നെയിൽസ് ഒന്ന് വെച്ചിട്ടുണ്ട്, ഫേക്ക് നെയിൽസ്. സോ എനിക്ക് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് വെക്കുമ്പോൾ കണ്ണിങ്ങനെ കുത്തിക്കൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നിട്ട് ബ്രഷ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് ഇല്ലെങ്കിൽ കയ്യിൽ തന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം അതാണ് കൂടുതൽ നമുക്ക് ഈസി ബ്രഷിനെക്കാട്ടിലും. ബ്രഷ് ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കുറേ സമയം എടുക്കും. പിന്നെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ ഗ്രീൻ കളർ എടുക്കാണ്. ഗ്രീൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിമ്പിൾസ് ഒക്കെ പിങ്ക് കളറിലുണ്ടാവുക, അവിടെയൊക്കെ നമ്മൾ ഗ്രീൻ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. സോ ദാറ്റ് നമുക്ക് വന്നിട്ട് ഒന്ന് ആ ഒരു പിങ്ക് വന്ന് കുറച്ച് ഹാർഷ് ഉണ്ടാവുമല്ലോ, അതൊന്നിട്ട് ഒന്ന് ഡള്ളാക്കാനാണ്. സോ അവിടെ മാത്രം ഞാൻ ഗ്രീൻ കളർ കറക്റ്ററാണ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വേറെ എവിടെയും കൊടുക്കണില്ല ഈ ഓറഞ്ച് കറക്റ്റർ. ഞാൻ ജസ്റ്റ് അണ്ടർ ഐസിൽ മാത്രമാണ് കൊടുക്കുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് പിമ്പിൾസ് അറിഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ധാരാളം സ്കിപ്പ് ചെയ്യാം. വെറ്റ് ആൻഡ് വൈൽഡിന്റെ കൺസീലർ ആണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് ഷെയ്ഡ് വന്ന് മീഡിയം ടോൺ, ബട്ട് ഇത് എന്റെ സ്കിന്നിനെക്കാളും കുറച്ച് ലൈറ്റ് ആണ്. സോ കൺസീലർ വെച്ചിട്ട് ഞാൻ എന്റെ ഐസിന്റെ മുകളിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ബ്രഷ് കൊണ്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹാൻഡിൽ വന്നിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്ട്സ് ഒന്ന് വേസ്റ്റ് ആവും. അതായത് ആ കയ്യിലൊന്ന് ഒക്കെ എടുത്ത് കളയും. നമുക്ക് ബ്രഷ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ബ്രഷ് ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും, പ്രോഡക്റ്റ് വന്നിട്ട് വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് ഇത്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഐ ഷാഡോ വന്നിട്ട് ഒന്ന് പോപ്പപ്പ് ആക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒറിജിനൽ ഐ ഷാഡോന്റെ കളർ വന്ന് കിട്ടുക. സോ നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഐസിന്റെ മുകളിൽ ഒരു ലൈൻ ആയിട്ട് ഉണ്ടാവുമല്ലോ, അതിൽ വന്നിട്ട് പോയിട്ട് ഫിൽ ആവാണ്ടിരിക്കാനാണ്.
മേക്ക് വിക്കിന്റെ ലൂസ് പൗഡർ എന്ന് എടുക്കാണ്. ഇതൊന്ന് ട്രാൻസ്ലൂസൻ പൗഡർ എന്ന് പറയും. സോ ഇത് വന്നിട്ട് നമ്മൾ മുകളിൽ വന്നിട്ട് ഉടനെ തന്നെ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ലൈനായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങും ആ ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ മുകളിൽ വന്നിട്ട് സെറ്റ് ആക്കാണ് ആ ഒരു പൗഡർ വെച്ചിട്ട്. സോ അത് അങ്ങനെ നിൽക്കുമല്ലോ, അതുകൊണ്ട്. ബ്യൂട്ടിന്റെ ഒരു എന്താ പറയാ ഓറഞ്ച് കറക്റ്റർ കൺസീലർ അങ്ങനത്തെ ഒരു പാലറ്റ് ആണ് ഇത് ഫുൾ ആയിട്ട്. സോ ഇതിൽ എന്റെ ഒരു ഷെയ്ഡിലുള്ളത് വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. സോ അത് വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഗ്രീൻ കറക്റ്റർ കൊടുത്തല്ലോ അതിന്റെ മുകളിൽ വന്നിട്ട് ആ കൺസീലർ കൊടുക്കാണ്. സോ ഇത് എന്റെ സ്കിൻ ഷെയ്ഡിനെക്കാട്ടിലും കുറച്ച് ലൈറ്റ് ആണ് ഈ കളർ. ബട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് എന്റെ ഒരു സ്കിൻ ഷെയ്ഡിൽ കൊണ്ടുവരും ഞാൻ. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഈ മെബ്ലൈനിന്റെ ലോങ് ലാസ്റ്റിംഗ് ഫിക്സിംഗ് സ്പ്രേ, മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ പറയും. സോ അത് വന്നിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഇങ്ങനെ സ്പഞ്ചിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാണ്. സോ എടുത്തിട്ട് ഈ ഒരു ക്രീം ഉണ്ടല്ലോ ഇത് അവിടെ തന്നെ അപ്ലൈ ചെയ്യേണ്ടത്. അത് കുറച്ചായിട്ട് ഞാൻ എന്റെ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ ഒന്നും ഇടുന്നില്ല. ഈ ഒരു കൺസീലർ തന്നെ എന്റെ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാണ്. ഇത് കുറച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ ഓയിലി ആയിട്ട് ഞാൻ ഫീൽ ചെയ്യാം. ഞാൻ വന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ പൗഡർ വെച്ചിട്ട് ഫുൾ ഇതൊന്നും സെറ്റ് ആക്കും. സോ പൗഡർ വന്നിട്ട് ഞാൻ ഈ മെബ്ലൈനിന്റെ ഫിറ്റ് മീ ലൂസിങ് പൗഡർ ആണ് എടുക്കുന്നത്. ഇതൊന്ന് ബനാന ലൂസ് പൗഡർ എന്ന് പറയും. സോ അതെടുത്ത് എന്റെ ഫേസിൽ എവിടേക്ക് ഓയിൽ മെയിൻ ആയിട്ട് വരും അവിടെയൊക്കെ അപ്ലൈ ചെയ്യാണ്. ദെൻ ബാലൻസ് ഒക്കെ ഞാൻ എന്റെ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാണ്. സോ നമുക്കൊരു മാറ്റ് ലുക്ക് വന്ന് തരും. സോ ഇപ്പൊ നമുക്ക് ഒരുവിധമൊക്കെ നമ്മുടെ ഫേസ് സെറ്റ് ആയിട്ട് വന്നു. ദെൻ അടുത്ത് വന്നിട്ട് ഐ ഷാഡോയാണ്. ഈ സ്വിസ് ബ്യൂട്ടിന്റെ ഐ ഷാഡോയാണ് എടുക്കുന്നത്. ഇതുകൊണ്ട് സൂപ്പർ ആയിട്ടുണ്ടാവും. വെരി അഫോർഡബിൾ, 699 rupees ഉള്ള ഈ ഒരു ഐ ഷാഡോ ആണ്. നമുക്ക് ഒരു 24 കളേഴ്സ് ഇതിലുണ്ട്. അതിൽ ഞാൻ വന്നിട്ട് ആദ്യം ഒരു ബേസിന് വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളർ ഒന്ന് ഞാൻ എടുക്കാണ്. ഒരു വാം ടോണിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് ഒന്ന് ഞാൻ എടുക്കാണ് അതിന്റെ ഒരു ബേസ് ആയിട്ട് കൊടുക്കാൻ. സോ ഐ ഷാഡോയിൽ എനിക്ക് വന്നിട്ട് ഒരു ഫസ്റ്റ് ഒരു ബേസ് വന്നിട്ട് ബ്രൗൺ കൊടുക്കുന്നത് എനിക്ക് വന്നിട്ട് പേഴ്സണൽ ആയിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്രൗൺ ഒന്ന് കൊടുക്കണം. പ്ലസ് എന്റെ ഡ്രസ്സിൽ വന്നിട്ട് ഒരു ബ്രൗൺ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് കുറച്ച് മാച്ച് ആവും വിചാരിച്ചു ഞാൻ. സോ നല്ലോണം ബ്ലെൻഡ് ചെയ്യുക. അത് അങ്ങനെ നമ്മൾ ഹാർഷ് ലൈൻ ആയിട്ട് ഇരിക്കാണ്ട് ഫുൾ അങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ വന്നിട്ട് ഒരു മോവി പിങ്ക് അങ്ങനെയൊക്കെ പറയും. എന്റെ ഐസിൽ വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യാണ്. പിന്നെ എനിക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പിന്നെയും ബ്രഷ് എടുത്തിട്ട് ഒന്നും കൂടെ ഞാൻ വന്നിട്ട് അപ്ലൈ ചെയ്യാണ്. ദെൻ വന്നിട്ട് ഓറഞ്ച് ഷിമ്മർ എടുത്തിട്ട് നടുക്ക് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. ബ്രഷ് ഉണ്ടല്ലോ ഈ പോയിന്റഡ് ബ്രഷ്, ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം എടുത്തില്ല ഒരു മോവി പിങ്ക്, അതെടുത്തിട്ട് എന്റെ അണ്ടർ ഐസിൽ വന്നിട്ട് അപ്ലൈ ചെയ്യാണ്. അതായത് നമ്മൾ ഈ കൺമഷൊക്കെ എഴുതില്ല അതിന്റെയും താഴ്ത്ത് വന്നിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാണ്. ഇതൊരിക്കും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എനിക്ക് ഇഷ്ടമായി. ഒരു എന്താ പറയുക ഷാഡോ വന്നിട്ട് നമുക്ക് ഇങ്ങനെ തരുന്നുണ്ട്. സോ അടുത്ത് വന്നിട്ട് ഒരു ലാക്മി ഐലൈനറാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും ഓൾറെഡി എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാൻ ഞാൻ കാർട്ടിൽ കൊടുത്തു. ഞാൻ മുകളിൽ വന്നിട്ട് കാർട്ടിൽ തരാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ആൻഡ് എനിക്ക് അതിൽ ജെൽ ലൈനറാണ് പേഴ്സണലി ഇഷ്ടം. ബട്ട് ഇത്തവണ ഞാൻ ഒരു ഐലൈനർ വെച്ചിട്ടാണ് ലുക്ക് ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ആൻഡ് കുറെ ആൾക്കാരുടെ അടുത്ത് ലാക്മി ഐലൈനർ വന്ന് വെച്ചിട്ടുണ്ടാവും, ഓർ ഐലൈനർ മോസ്റ്റ്ലി വെച്ചിട്ടുണ്ടാവല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഐസിലും വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്. അതിന് വന്നിട്ട് ഒരു വിങ് വന്ന് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാണ്, ഒരു നന്നായിട്ട് ഉണ്ടാവും എന്ന് കരുതിയിട്ട്. ദെൻ ഞാൻ കാജൽ വന്നിട്ട് ചേമ്പറിന്റെ കാജലാണ് എടുത്തിരിക്കുന്നത്. സോ നിങ്ങളുടെ അടുത്ത് എന്ത് കാജലാണ് എടുത്തത് നിങ്ങൾ യൂസ് ചെയ്യാം. ചിലവർ വന്നിട്ട് ഐലൈനർ തന്നെ താഴ്ത്തും എഴുതി കൊടുക്കും. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും എഴുതി കൊടുക്കാം. സോ ഞാൻ രണ്ടും വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ മേർജ് ചെയ്ത് കൊടുക്കാണ്, മുഴത്തും താഴ്ത്തും. സോ ഇതേപോലെ ഞാൻ ഇതും വരച്ചിട്ട് വരാം. സോ രണ്ട് ഐസും ഫുൾ വന്നിട്ട് ഫിനിഷ് ചെയ്തു.
ദെൻ വന്നിട്ട് ഇന്നൊരു കാജലെടുത്ത് ഞാൻ മുകളിലും ഒന്ന് വരച്ചു കൊടുക്കാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഐലൈനർ ഇടുമ്പോൾ നമുക്ക് നടുക്ക് വന്നിട്ട് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ കാണാൻ പറ്റും. സോ അത് വന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മുകളിൽ ഒന്ന് എഴുതി കൊടുക്കുന്നത്. സോ ദാറ്റ് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വന്നിട്ട് കുറച്ചും കൂടി ഒരു ബോൾഡ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ലോണം അറിയാം. അടുത്ത് വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലാഷ് ആണ്. സോ ഞാൻ വന്നിട്ട് ഐലാഷ് യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് വന്നിട്ട് ഓപ്ഷനിലാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാം, ഓർ നിങ്ങൾക്ക് വന്ന് മസ്കാര മാത്രം ഇടാം. സോ എനിക്ക് എന്നിട്ട് മസ്കാരനെക്കാട്ടിലും ലാഷസ് ആണ് കൂടുതൽ ഇഷ്ടം. സോ ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് നമുക്ക് ഒരു സെമി ഡ്രൈ ആവണം. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഐലാഷ് ഒന്ന് ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് കുറച്ചത് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. സോ അത് ഡ്രൈ ആവുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഇടാമല്ലോ. സോ ഞാൻ ലിപ് ലൈനറിന് സ്വിസ് ബ്യൂട്ടിന്റെ ലിപ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ വന്നിട്ട് വെറൈറ്റി ഓഫ് കളേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് തന്നെ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. സോ ഞാൻ വന്നിട്ട് ഒരു റോസ് കളറാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് അത് ഫുൾ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യണം. സോ ഇത് വന്നിട്ട് കുറച്ച് ഡാർക്ക് ആയിട്ടാണ് ഞാൻ കൊടുക്കണം. സോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ ലിപ് ലൈൻ എന്ത് പിഗ്മെന്റഡ് ആണ് ഉള്ളത് എന്ന്. സോ ഇതിന് ശേഷം ഞാൻ സ്റ്റേ ക്വിക്കിന്റെ ഈ ഒരു കളറാണ് എടുക്കുന്നത്. സോ ഷെയ്ഡ് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ഇത് വന്നിട്ട് വളരെ ലൈറ്റ് കളറാണ്. നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എൻ്റെ സ്കിന്നിന് അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ആയിട്ട് പോകും. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ഡാർക്ക് ലിപ് ലൈനർ കൊടുത്തിട്ട് സെന്ററിൽ മാത്രമേ ഈ ലിപ്സ്റ്റിക് കൊടുക്കും. സോ ദാറ്റ് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഔട്ടറിൽ ഒരു ഡാർക്കും സെന്ററിൽ വന്ന് ലൈറ്റ് കളറും ഉണ്ട്. സോ ദാറ്റ് നമുക്ക് ആ ഒരു ലുക്ക് വന്നിട്ട് സൂപ്പർ ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്കൂ. സോ അതിനുശേഷം ഞാൻ ഡ്രൈ ആയിട്ട് വന്ന് നമ്മുടെ ലാഷസ് ഒന്ന് ഫിക്സ് ചെയ്യാണ്. ആൻഡ് ഇത്തവണ എനിക്ക് ഞാൻ നെയിൽസ് വെച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു അത് വെക്കാൻ. സോ ഞാൻ എന്താ ചെയ്തു, ട്വീസർ എടുത്തിട്ട് അങ്ങനെ കുറച്ച് ഫിക്സ് ചെയ്ത് കൊടുത്തു. ആൻഡ് കുറേ ദിവസം ശേഷമാണ് ഞാൻ വന്നിട്ട് ഫേക്ക് നെയിൽസ് വന്ന് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇപ്പൊ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ അതൊക്കെ ഊരി മാറ്റി. സോ ലാഷസ് ഒന്ന് ഫിക്സ് ചെയ്തു. നിങ്ങൾക്ക് ഒരു ലാഷസ് വെക്കുമ്പോൾ തന്നെ ഒരു ഡിഫറൻസ് ഒന്ന് കാണാൻ പറ്റും. സോ അടുത്ത് വന്നിട്ട് ഞാൻ ഈ ഒരു ബിന്ദിന്റെ ഒരു ബുക്ക് ഉണ്ട് എൻ്റെ അടുത്ത്. ഫുൾ വന്നിട്ട് പൊട്ടാണ് ഉണ്ടാവുക. സോ അതിൽ വന്നിട്ട് ആദ്യം ഞാൻ ചെയ്തു ഒരു വലിയ പൊട്ടെന്ന് വെച്ചു. എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഒരു കളർ വന്ന് എടുത്ത് വെച്ചു. എനിക്കിത് ഇഷ്ടമാണ് ഇങ്ങനെ ഇത്രയും വലിയ പൊട്ട് വെക്കുന്നത്. ബട്ട് ഫസ്റ്റ് ടൈം ഒക്കെ വെക്കുന്നതുകൊണ്ട് എന്തോ ഒരു ഡിഫറെന്റ് ഉള്ള പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ പിന്നെ മാറ്റി വേറെ പൊട്ടൊന്ന് ഞാൻ ചൂസ് ചെയ്യാണ്. സോ ഇതിനെക്കാട്ടും ഒരു ചെറിയ പൊട്ടെടുത്ത് ഞാൻ വെച്ചു. അപ്പൊ എനിക്ക് ഇത് വന്നിട്ട് ഓക്കെ അങ്ങനെ തോന്നി. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ ഒരു വലിയൊരു വട്ടമുഖമാണ്. അപ്പൊ അതിന്റെ നടുക്ക് ഞാൻ വലിയ പൊട്ടും വെച്ചപ്പോ എന്തോ പോലെ ഉണ്ടായിരുന്നു. സോ അടുത്ത ജ്വൽസിൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ചെയിൻ ഒന്നും ഞാൻ ഇത്തവണ ഇട്ടിട്ടില്ല. ജസ്റ്റ് വലിയൊരു ജുംക്ക മാത്രമാണ് ഞാൻ ഇട്ടത്. സോ ഹെയർ സ്റ്റൈൽ ഞാൻ എപ്പോഴും 2 ഹെയർ സ്റ്റൈലാണ് യൂസ് ചെയ്യുക. ഒന്ന് വന്നിട്ട് നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒക്കെ കൂടെ ഇങ്ങനെ പൊക്കി പഫ് പോലെ വെക്കില്ല, അങ്ങനത്തെ. സോ ഇത്തവണ ഞാൻ അങ്ങനത്തെയാണ് വെക്കാന്ന് വിചാരിച്ചത്. സോ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പഫായിട്ട് വെക്കും. സോ ഇതുപോലെ ഞാൻ വെച്ച് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇത്തവണ ഒരു പഫിന്റെ അതും വെച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് നമ്മുടെ ഈ ഫിക്സിങ് സ്പ്രേ ഉണ്ടാവല്ലോ, ഹെയർ ഫിക്സിങ് സ്പ്രേ, അതെടുത്തിട്ട് ഒന്നിങ്ങനെ അടിച്ചു കൊടുക്കാണ്. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരില്ല. അതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഫിക്സിങ് സ്പ്രേ വെച്ച് അടിക്കുമ്പോൾ അതങ്ങനെ അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ്. ഇത് എന്നിട്ട് ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാണ്. ഇത് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടെയിൽ കോംബ് ഉണ്ടാവല്ലോ, അത് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഫിക്സ് ചെയ്യാണ്. ഫെസ്റ്റിവൽ ആവുമ്പോൾ നമുക്കൊരു പൂവൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് നമ്മൾ വന്നിട്ട് എപ്പോഴും ഒരു ട്രഡീഷണൽ നാടൻ ലുക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ഫിനിഷിങ് കഴിഞ്ഞു. ആൻഡ് അപ്പോഴേക്കും എനിക്ക് വന്നിട്ട് എന്താ പറയാ, നമ്മുടെ ക്ലൈമറ്റ് ഒന്നിങ്ങനെ ഡള്ളായോണ്ടേ വന്നോണ്ടേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി, കാരണം ഇരുട്ടായോണ്ടേ വന്നോണ്ടുണ്ടായിരുന്നു. സോ ഒക്കെ നമ്മൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ആയി കണ്ടു. സോ ഞാൻ ആദ്യമായിട്ടുള്ള ഒരു ക്രീം വന്നിട്ട് എൻ്റെ ഫേസിന് ഫുൾ വന്ന് സെറ്റ് ആയിട്ട് എൻ്റെ ഒരു സ്കിൻ ഷെയ്ഡിന് വന്നിട്ട് അത് ഒതുങ്ങി വന്ന് കണ്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് വന്ന് സെറ്റ് ആവുമെന്ന്. സോ ഇതാണ് എൻ്റെ ഇത്തവണത്തെ ഓണം മേക്കപ്പ് ലുക്ക്. എങ്ങനെയുണ്ടെന്ന് താഴത്ത് കമന്റ് ചെയ്യൂ. സോ ഇതോടെ നമ്മൾ എന്നിട്ട് ഈ മലയാളം വോയിസ് ഓവർ ഒന്ന് നിർത്താണ്. തമിഴിൽ അങ്ങനെ ട്രാൻസ്ഫർ ആവാൻ പോവാണ്.
ஸோ ஃப்ரெண்ட்ஸ், நான் வந்து மலையாளம் ஓரளவுக்கு அப்படியே பேசிட்டு வந்துட்டேன். ஏன்னா நான் வரைக்கும் இப்படி வாய்ஸ் ஒரு கொடுத்தது இல்லையா, அதனால கொஞ்சம் வந்துட்டு ஸ்லோவாக தான் பேசியிருப்பேன். நம்ம வந்து நார்மலாக பேசுறது வேற, இந்த மாதிரி வேற இல்லை. ஸோ நான் சந்தனமும் வச்சு அண்ட் வந்துட்டு ஃபிக்ஸிங் ஸ்ப்ரேவும் லாஸ்ட்டாக வந்து அடிக்கிறேன். ஸோ தான் நமக்கு வந்து கொஞ்சம் என்ன சொல்றது, லாங் லாஸ்டிங்லாம் இருக்கும். ஏன் அப்படின்னா நம்ம வந்து ஓணம் அப்படின்போது கொஞ்சம் பிஸியாக தான் இருப்போம், வேர்த்து ஊற்றிட்டு. அதனால தான். அண்ட் இந்த பட்டு பாவாடை வந்துட்டு நான் ஒரு +2 படிக்கும்போது +1 படிக்கும்போது ஞாபகம் இல்லை. பட் அந்த 2 இயர்ல எப்பயோ தான் நான் வந்து அந்த டைம்ல ஓணம் வந்தப்ப நான் வந்து இது வாங்கியிருந்தேன். ஸோ இது வந்துட்டு ஸ்டிச் பண்ணது, ஆக்சுவலா நம்ம ரெடிமேட்ல துணி வாங்கிட்டு. ஸோ எப்படி இருக்குன்னு சொல்லுங்க. ஸோ நாங்கள் பழைய வீட்டில் இருந்தப்போ அவங்க தான் வந்துட்டு இது வந்துட்டு எனக்கு ஸ்டிச் பண்ணி கொடுத்தாங்க. ஸோ பேக்ல வந்து பார்த்தீங்கன்னா ஒரு சோழி டைப்ல வந்துட்டு நான் கேட்டிருந்தேன். ஸோ அந்த மாதிரி தான் அவங்க வந்து ஸ்டிச் பண்ணி கொடுத்துருந்தாங்க. ஸோ எனக்கு ரொம்ப பிடிச்சிருந்தது. அண்ட் பஃப்பும் வந்து பார்த்தீங்கன்னா ஒரு வெரைட்டியா கொஞ்சம் டிஃப்ரெண்டா இருந்தது பஃப்பும். ஸோ இத்தனை வருஷம் ஆகியும் எனக்கு வந்து இன்னும் ஃபிட் ஆகிட்டே இருக்காது. பட் ஹேண்ட்லாம் வந்து கொஞ்சம் ஓரளவுக்கு டைட் ஆயிடுச்சு. ஸோ எப்படி இருக்கு அப்படின்னு சொல்லுங்க, இந்த லுக் அண்ட் ட்ரெஸ் எல்லாமே. அண்ட் எல்லாருக்குமே என்னோட அட்வான்ஸ் ஹாப்பி ஓணம். இதுதான் வந்து நான் லாஸ்டா எடுத்த போட்டோஸ் எல்லாம். எப்படி இருக்குன்னு சொல்லுங்க. எனக்கு இந்த மேக்கப் ரொம்ப பிடிச்சிருக்கு. எனக்கு ரொம்ப ஒரு சாட்டிஸ்ஃபேக்ஷனா இருந்தது ஒரு மேக்கப் லுக். எனக்கு அந்த ஐஸ் தான் ரொம்ப வந்துட்டு சூப்பரா வந்து இருந்தது. அண்ட் லிப்ஸ்டிக்கும் வந்து எனக்கு நான் நினைச்ச மாதிரி அந்த ஒரு லிப் கலர் வந்து எனக்கு கொடுத்துருந்தது. எல்லாமே ஓவரால் வந்து எனக்கு ரொம்ப பிடிச்சிருந்தது. ஸோ பிடிச்சிருந்தா லைக், கமெண்ட், ஷேர் எல்லாம் பண்ணுங்க. மறக்காம சப்ஸ்கிரைப் பண்ணுங்க. ஸோ இதே போல ஒரு நல்ல வீடியோ நெக்ஸ்ட் டைம் நான் வந்து பாக்குறேன்.